കണ്ണൂര് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യൻ്റെ കാരണം കേൾക്കുമ്പോഴാണ് നമ്മളതിൻ്റെ ഒരു ഭയാനകമായ ഒരു ചിത്രം കിട്ടുന്നത്. അതായത് ആ കുട്ടിയെ ജാതീയപരമായി അധിക്ഷേപിക്കുകയും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മറ്റ് എല്ലാ മേഖലകളിലും ആ കുട്ടിക്ക് ഒരുപാട് അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നതിന് ശേഷമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. പ്രത്യേകിച്ച് നമ്മളിങ്ങനത്തെ റാഗിങ് കേസുകളിലൊക്കെ ഒരു 90% മറ്റേ വിദ്യാർത്ഥികളിൽ നിന്നാണ്, അല്ലെങ്കിൽ സീനിയേഴ്സ് നിന്നാണ് കൂടുതൽ ഈ അവഹേളനങ്ങൾ അല്ലെങ്കിൽ റാഗിങ്ങിൻ്റെ ക്രൂരതകളൊക്കെ നമ്മൾ കേട്ടിരിക്കുക. ഒരു 10% അധ്യാപകരുടെ ഹറാസ്മെൻറ്റും അവരുടെ ടോർച്ചറിങ്ങും നമ്മൾ കണ്ടുവരാറുണ്ട്. ഇതിലും ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് അധ്യാപകരിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതായത് ഈ അധ്യാപകർ എന്ന് പറയുന്ന ഒരു കൂട്ടര്, അതായത് മറ്റേ ഈ LP സ്കൂൾ മുതൽ അല്ലെങ്കിൽ മറ്റേ കോളേജിലെ പ്രൊഫസർമാർ വരെ ഒരു വിഭാഗം ടീമുകളുണ്ട്. അതായത് ജാതീയപരമായിട്ട് വളരെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ ടീമുകൾ തന്നെയാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ ആളുകളെയും ഒരുപോലെ കാണാനുള്ള പ്രവണത ഈ ടീമുകൾക്കില്ല. അതായത് വളരെയേറെ ആ കുട്ടി എന്ന് പറയുന്നത് വളരെ താഴേക്കിടയിലുള്ള ഒരു വിഭാഗത്തിൽ നിന്നും വന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി മെറിറ്റിൽ വളരെ നല്ല മാർക്കോട് കൂടി നീറ്റൊക്കെ എക്സാമും എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടാണ് ആ കുട്ടി വന്ന് മറ്റേ എന്താ പറയുക മറ്റു കുട്ടികളെ പോലെ തന്നെ വളരെ പഠിത്തത്തിൽ മിടുക്കനായി വന്ന ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ ആ കുട്ടിയെ കോളേജിലിട്ടിട്ടും വളരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും വളരെ ഹറാസ്മെൻറ്റ് ചെയ്യുകയും മാനസികമായിട്ടും എന്താ പറയുക വളരെയേറെ പീഡനങ്ങൾ ആ കുട്ടി ഏൽക്കേണ്ടി വന്നതിൻ്റെ ആകത്തുകയാണ് ആ കുട്ടിയുടെ ഇന്നലെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ. അതായത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് എന്താ പറയുക ശരിക്കും പല വെല്ലുവിളികൾ അതിജീവിച്ചിട്ടാണ് ആ കുട്ടി ഈ ഡെന്റൽ കോളേജ് വരെ എത്തിയത്. പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ 2 പെങ്ങന്മാര്, അച്ഛൻ, അമ്മ, ആ ഒരു കുടുംബത്തിൻ്റെ ആ പ്രതീക്ഷ തന്നെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞു. അതായത് ഇങ്ങനെയുള്ള ഇതിലൊക്കെ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഒരു പ്രമുഖ പങ്ക് വഹിക്കുന്നത് ഈ അധ്യാപകരുടെ ടോർച്ചറിങ് കുട്ടികൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ടോർച്ചറിങ്ങും മെൻ്റൽ ഹറാസ്മെൻറ്റും ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ അധ്യാപകനും കൂടുതൽ ഈ ജാതീയപരമായി അധിക്ഷേപിക്കുന്ന സമയത്ത് അത് ചില കുട്ടികൾക്ക് താങ്ങാൻ കഴിയില്ല. അതിൻ്റെ ഒരു അനന്തര ഫലമാണ് ആ കുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത്. അതായത് കോളേജിൻ്റെ കെട്ടിടത്തിൽ നിന്ന് ഇന്നലെ താഴെ വീണ് ആത്മഹത്യ ചെയ്തു. അതായത് ഇത്തരം അധ്യാപകരനെ ഒരു കാരണവശാലും നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പിടിച്ച് നിർത്തരുത്. ഓൺ ദി സ്പോട്ടിൽ ഇവരെ ഡിസ്മിസ് ചെയ്ത് എന്താ പറയുക മറ്റേ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അല്ലേ, ശരിയല്ലേ? അതായത് ഇത്രയും അധ്യാപകരനെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. ഇതുപോലുള്ള അധ്യാപകർ തന്നെയാണ് ശരിക്കും ഈ നാടിൻ്റെ ശാപം എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ LP സ്കൂൾ മുതൽ ഈ മറ്റേ കോളേജിൽ പഠിക്കുന്ന അധ്യാപകരുടെ ഇടയിൽ വരെ ഈ ജാതീയപരമായി മതപരമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം ടീമുകളുണ്ട്. സാമ്പത്തികപരമായിട്ട് അതായത് തൊലിവെളുപ്പിൻ്റെ പേരിൽ ആളുകളെ അളന്നു തൂക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഈ അധ്യാപക കൂട്ടത്തിൽ. ഈ ടീമുകളിലൊക്കെ ശരിക്കും ഓൺ ദി സ്പോട്ടിൽ ഡിസ്മിസ് ചെയ്യുക നല്ലത്. അതായത് ഒരു വിദ്യാർത്ഥികളെ, ഏത് വിദ്യാർത്ഥികളായിക്കോട്ടെ, ആ വിദ്യാർത്ഥികളെ സമം ആയിട്ട് അല്ല ഈക്വാലിറ്റി ആയിട്ട് കാണാനുള്ള ആ ഒരു മനസ്ഥിതി ഒരു അധ്യാപകന് വേണം. അതാണ് ഒരു അധ്യാപകൻ്റെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ സാമ്പത്തികം അല്ലെങ്കിൽ ഒരുത്തിൻ്റെ തൊലിവെളുപ്പ് അല്ലെങ്കിൽ ഒരുത്തിൻ്റെ തൊലിവെളുപ്പ് അല്ലെങ്കിൽ ജാതീയപരമായ ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അധ്യാപകരനെ ഒരിക്കലും ആ ഒരു പ്രൊഫഷണലിനെ വെച്ച് ഇരുത്താൻ പറ്റില്ല. ഓക്കെ, അതായത് ഇപ്പോൾ സ്പോർട്ടിൽ ഇപ്പോൾ സംഭവം വിവാദമായി മറ്റേ പതിവ് പോലെ തന്നെ കോളേജ് മാനേജ്മെൻറ്റ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു തോന്നും.
തൽക്കാലം മൊത്തം മീഡിയാസും അല്ലെങ്കിൽ മറ്റേ ഒരു ഇതായപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സെൻസേഷൻ ന്യൂസ് ആയപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ആ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. ശരിക്കും ഡിസ്മിസ് ചെയ്യുക വേണ്ടത്. അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ മീഡിയാസിന് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും, ഇതെല്ലാം വിസ്മൃതിയിലാവുകയും ചെയ്യും. ഓൺ ദി സ്പോട്ടിൽ ഡിസ്മിസ് ചെയ്യുക വേണ്ടതെന്നാണ് ശരിക്കും ഡിസ്മിസ് ചെയ്യണം വേണ്ടത്. ജസ്റ്റ് നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. സാമ്പത്തികം പറഞ്ഞു ഇതിനെ അധിക്ഷേപിച്ചെന്നാണ് അച്ഛൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. അവരെ കൊന്നുകളഞ്ഞാണ്, അല്ല ആത്മഹത്യ ചെയ്യൂല, ഒരിക്കലും അവന് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മയക്കുമരുന്ന് മദ്യോ വേറെ ഒന്നുമില്ലാത്തവരും നല്ല ശാന്ത സ്വഭാവമുള്ള ഒരു കൊച്ചുപയ്യനായി അവര് മൃഗീയമായിട്ട് കൊന്നു. പിന്നെ അവിടെ HOD ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരെ മൊത്തത്തില് പട്ടി കൊഴുത്ത നാറി ഇങ്ങനെ പറഞ്ഞ് അധിക്ഷേപിക്കും. രണ്ടാമത് കറുപ്പാണ്, എന്റെ പോലെ കറുത്ത നിറം, കറുപ്പ് കളറ് പറഞ്ഞ് അധിക്ഷേപിക്കും. മൂന്നാമത് ഞാൻ കൂലിപ്പണിക്കാരനാണ്, അത് പറഞ്ഞാൽ അധിക്ഷേപിക്കും. നാലാമത് അവർ SC കാരനാണ്. അതായത് ആ കുട്ടി എന്ന് പറയുന്നത് നിതിൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ പാവപ്പെട്ട വീട്ടിലെ കുടുംബം. അച്ഛൻ എന്ന് പറയുന്നത് ഒരു പെയിന്റ് പണിക്കാരനാണ്. അപ്പൊ ആ ഒരു അദ്ദേഹത്തിന്റെ തൊഴിലിനൊക്കെ വെച്ചിട്ടാണ് ഈ അധ്യാപകർ അദ്ദേഹത്തെ ടോർച്ചറിങ് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്. അതായത് കുട്ടികൾക്കൊരു മാതൃക കാണിക്കേണ്ട ആളുകൾ, അല്ലെ കുട്ടികൾക്ക് താഴെക്കടയിലുള്ള ടീമുകൾ ഉയർന്നു വരുന്ന സമയത്ത് അവരെ മോട്ടിവേഷൻ ചെയ്ത് അവരെ പരമാവധി അവരെ ഹെൽപ്പ് ചെയ്ത് അവരെ കൂടെ കൂട്ടുകയാണ് വേണ്ടത്, അല്ലേ? അപ്പൊ ആ സ്ഥാനത്ത് ഒരു പാവപ്പെട്ടവൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവന്റെ തൊഴിലിനെ കുറിച്ച് പറയുക, അവന്റെ തൊഴിലിനെ കുറിച്ച് പറയുക, അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ജാതീയപരമായിട്ട് അധിക്ഷേപിക്കുക. അപ്പൊ കൂടുതൽ ഇങ്ങനെ ടോർച്ചറിങ് ചെയ്ത് അത് ഏറ്റവും അവസാന നിമിഷമാകുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുകയാണ്. ആ പൊട്ടിത്തെറി എന്ന് പറയുന്നത് പിന്നെ അത്രയും എന്താ പറയാ പ്രതിസന്ധികൾ അതിജീവിച്ചിട്ടാണ് ആ പയ്യൻ ഈ നിലയ്ക്ക് വന്നത്. അതൊരു സുപ്രഭാതത്തിലെ ഒരു കുടുംബത്തിന്റെ തന്നെ പ്രതീക്ഷകളെ ഒരു സെക്കൻഡില് ഇല്ലാതാക്കി കളഞ്ഞു ഈ അധ്യാപക എന്താ പറയാ കൊലപാതകികൾ എന്ന് പറയുന്ന ടീമുകൾ. അവരെയൊക്കെ സ്പോട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പോട്ടില് അവരെ ഡിസ്മിസ് ചെയ്ത് അവരെ ജയിലിൽ അടയ്ക്കണം എന്നാണ്, ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത്, അല്ലേ? ഇതുപോലെ ഇത് ഒന്നും രണ്ടും സംഭവമല്ല, അത് നിരന്തരമായിട്ട് മറ്റേ ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും ഇതുപോലെ മറ്റേ കോളേജ് ഹോസ്റ്റലുകളില് അല്ലെങ്കിൽ റാഗിങ് നടത്തിയിട്ട് ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പൊ താഴെക്കടയിലുള്ള കുട്ടികളെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കേസുകളുടെയൊക്കെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ആ റിസൾട്ട് ഒന്നും പര്യാപ്തമായി അവര് ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുകയോ ചെയ്തിട്ടേ ഇല്ല. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരുപാട് എന്താ പറയാ ലൂപ്പ് പോയിന്റ്സുകൾ നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അതെല്ലാം മാറ്റി എഴുതേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. അത് നമ്മൾ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വളരെ നല്ല തന്നെ, അത് കാലാകാലങ്ങളായിട്ട് മാറ്റി എഴുതപ്പെടേണ്ടതാണ്, അല്ലേ? അത് അന്ന് എഴുതി വെച്ചാൽ അതേ കാര്യങ്ങൾ വീണ്ടും അതിനെ റിപ്പീറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇതെല്ലാം ഉണ്ടാവും. അതായത് ഒരു കുറ്റവാളി രക്ഷപ്പെടാനുള്ള ലൂപ്പ് പോയിന്റ്സുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇനി വീണ്ടും ഇപ്പൊ ഒന്നൊരു നിതിൻ അടുത്ത സമയത്ത് അടുത്തൊരു പേരിൽ ഒരാളുണ്ടാവും. അതായത് ഈ സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ വളരെ ദാരുണമായ ഒരു സംഭവമായിപ്പോയി. അപ്പൊ ഇങ്ങനെയുള്ള ഏറ്റവും താഴെക്കിടയിലുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകള് മറ്റേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഉയർന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന ഇതിലേക്ക് മറ്റെന്താ പറയാ അതിജീവിച്ച് അവൻ അവിടെ എത്തുന്ന സമയത്ത് ഒരിക്കലും സവർണരായ ആളുകൾക്ക് മിക്കവാറും പിടിക്കില്ല. അത് ചില ജാതി കോമരങ്ങളായ അധ്യാപകരായിരിക്കും അവിടെ ഉള്ളത്, ജാതിപ്പേരും അല്ലെ എന്താ പറയാ ഇങ്ങനെയുള്ള ടീമുകളായിരിക്കും, ജാതി സ്പിരിറ്റൊക്കെ ഉള്ള ടീമുകളായിരിക്കും ഈ അധ്യാപകൻ പറഞ്ഞ ടീമുകൾ. അപ്പൊ അവർക്കൊരിക്കലും അവരുടെ ബോണ്ടിൽ അല്ലെങ്കിൽ അവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആ ജാതി സ്പിരിറ്റ് ഒരിക്കലും മാറിയിട്ടുണ്ടായില്ല. നമ്മളെ ഈ സ്വാതന്ത്ര്യം കിട്ടി ജാതി മതമൊന്നും ഇല്ല എന്നൊക്കെ ബാധിക്കുകയാണെങ്കിലും ചില ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു സങ്കുചിതമായ ഒരു ചിന്താഗതിയുള്ള ടീമുകളാണ്, പ്രത്യേകിച്ച് ഈ അധ്യാപക വിഭാഗത്തിലെ ഒരു വിഭാഗം ടീമുകൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, LP സ്കൂൾ മുതൽ മറ്റേ കോളേജ് തലം വരെ ഈ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ആ ടീമുകളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇനി നാളെ ഒരു നിതിൻ വീണ്ടും ഉണ്ടാകാതിരിക്കട്ടെ. ശരിക്കും ആ കുടുംബത്തിൽ നിന്നുള്ള
ആ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയേറെ സങ്കടം തോന്നിയില്ലേ? രണ്ട് പെങ്ങന്മാരും അച്ഛനും വളരെ എന്താ പറയാ ദയനീയ അവസ്ഥ. നമ്മള് ഇന്ന് എത്ര ജാതി മതം എന്ന് പറയുന്നൊന്നും ഇല്ല എങ്കിലും എല്ലാം ഈക്വാലിറ്റി ആയി എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ജാതി മതം എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങള് ഏറ്റവും ഇല്ലാത്തവൻ ഉയർന്നു വരുന്ന സമയത്തുള്ള ആ ഒരു എന്താ പറയാ ഒരു ജലസ് എന്ന് പറയുന്നത്, ജലസല്ല, ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇഷ്ടംപോലെ സംഭവങ്ങള്. ഒരു താഴെക്കിടയിലുള്ള ഒരുത്തൻ അവിടെ വരുന്ന സമയത്ത് മെന്റലി വളരെ ടോർച്ചറിങ് ആയിരിക്കും. ഹോസ്റ്റലുകളിലും പിള്ളേരുടെ ക്രൂരമായ എന്താ പറയാ ശാരീരികമായും മാനസികമായിട്ടുള്ള പീഡനങ്ങളെ പലതും പുറത്തു വരുന്നില്ല. ഒരു ആത്മഹത്യ വരുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. എല്ലാ സമയത്ത് വളരെ എന്താ പറയാ ഹോസ്റ്റലുകളിൽ, ഇപ്പൊ ലേഡീസ് ഹോസ്റ്റലായാലും ശരി, പുറത്തുള്ള കാര്യങ്ങളെ, പുറത്ത് പഠിക്കാൻ പോയ അതർ സ്റ്റേറ്റ്സിൽ പോയ കുട്ടികളുടെ കാര്യങ്ങളെ, അതായത് വളരെ എന്താ പറയാ ജാതീയപരമായിട്ടും മതപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ തൊലിവെളുപ്പിന്റെ പേരിലും എല്ലാം വളരെയേറെ ഹറാസ്മെന്റുകൾ നേരിടുന്നു. അതില് ഒരു വിഭാഗം ടീമുകൾ ഈ അധ്യാപകർ തന്നെയാണെന്ന് പറയുന്ന സമയത്താണ് അതിന്റെ ദൃശ്യം എന്ന് പറയുന്നത് വളരെ ഭയാനകമാകുന്നത്. പഠിപ്പിക്കേണ്ട, ഈക്വാലിറ്റി പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ അന്ധകരായി മാറുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഒരു കുടുംബത്തിന്റെ ഒരു സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ഒരു നിമിഷം കൊണ്ട് ഒലിയിപ്പിച്ചു. ആ ഒരു അധ്യാപനം. ഒരു സ്ത്രീ കഥാപാത്രം എന്തെങ്കിലും ഉണ്ടായോ? ഇതിലും ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. നിറയെ ആ കുട്ടി പറയുന്നത് ഒരു വിദ്യാർത്ഥികളിൽ നിന്നേക്കാൾ ഏറ്റവും കൂടുതൽ നിരന്തരം ജാതീയപരമായിട്ടും എന്താ പറയാ സാമ്പത്തികപരമായിട്ടും ഉള്ള ഇതിൽ ഏറ്റവും കൂടുതൽ ടോർച്ചറിങ് നേരിടുന്നത് വിദ്യാർത്ഥികളെക്കാൾ അധ്യാപകരിൽ നിന്നാണ് എന്നാണ് ആ കുട്ടി അവസാനം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്രവണതയൊക്കെ വരുന്ന സമയത്ത് ഒരു നിമിഷം വീട്ടുകാരനെ കുറിച്ചും പാർട്ടി വലുതാക്കിയ ആളുകളെ കുറിച്ചും അത്രയും അതിജീവിച്ച് വന്ന സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള കുട്ടികളെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ഒരു നിമിഷത്തെ പ്രൊവോക്കേഷൻസ് കൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു. അപ്പം ഇനി ഇത്തരം കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. അവരുടെ ജീവൻ തന്നെയാണ് ഏറ്റവും വലുത്. അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആത്മഹത്യ ചെയ്യുന്ന പിള്ളേരുടെ അടുത്ത് പറയാനുള്ളത്, അതായത് ഏറ്റവും വലുത് നമ്മുടെ ജീവൻ തന്നെയാണ് ഈ ലോകത്തിൽ. അത് കഴിഞ്ഞിട്ട് ലോകത്തിൽ വേറെ ഏതുള്ളൂ. ഓക്കെ, അപ്പോൾ ആ പയ്യൻ ആ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെക്കുറിച്ച് കുറച്ചു നേരം ആലോചിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു. പിന്നെ പാരൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും ഹറാസ്മെന്റുകൾ ഉണ്ടായിട്ട് ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം പോയി പ്രതികരിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല, അല്ലേ? ശരിയല്ലേ? അതായത് ആ പയ്യൻ നിരന്തരമായിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, പെങ്ങന്മാരടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛനടുത്ത് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇത്രയും ടോർച്ചറിങ്, ഇത്രയും പറ്റാത്തൊരു കാര്യങ്ങളാണ് പറഞ്ഞാൽ കേസ് കൊടുക്കാമല്ലോ, അല്ലെ മാനേജ്മെന്റിന്റെ പേരിൽ കേസ് കൊടുക്കാം, പോലീസ് സ്റ്റേഷനിൽ ഇതാക്കാം, നേരിട്ട് കോടതിയിൽ കേസ് കൊടുക്കാം. അതൊന്നും ചെയ്തില്ല. ഏറ്റവും അവസാനം കടന്ന് എല്ലാം കൈവിട്ടതിന് ശേഷം പിന്നെ വീണ്ടും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇത്രയും ഒരു ടോർച്ചറിങ് ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് നിർത്തുക പഠിപ്പ്. ഏറ്റവും കൂടുതൽ ജീവൻ പോകുന്നതിനേക്കാൾ നല്ലതല്ല പഠിപ്പ് നിർത്തിയിട്ട് മറ്റേ ഇതിലേക്ക് നോക്കുന്നത്. അതായത് പിന്നെ കുട്ടികൾക്ക് ഉള്ള ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം തന്നെ ഈ ആത്മഹത്യാ പ്രവണതകൾ അല്ലെങ്കിൽ അതിനുള്ള തരണം ചെയ്യാനുള്ള വിദ്യാഭ്യാസം ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. മനസ്സിലായ? ആ വിദ്യാഭ്യാസ ഇതില് എന്താ പറയാ അപാകതകൾ. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് റോഡ് നിയമങ്ങൾ, വാഹനങ്ങൾ വരുന്ന സമയത്ത് അങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ എങ്ങനെ തരണം ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നുള്ളൊരു വിദ്യാഭ്യാസ രീതി കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും തിയറി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെയാണ് ശരിക്കും കൊടുക്കേണ്ടത്. സ്കൂൾ തലങ്ങളിൽ ഒരു കുട്ടിയെ ആത്മഹത്യ പ്രവണതയുള്ളതെന്ന് എങ്ങനെ തരണം ചെയ്യാം, എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, എങ്ങനെ അവനെ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, ഒരു സംഘർഷാവസ്ഥ വരുന്ന സമയത്ത് ആ സംഘർഷാവസ്ഥയിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള ഒരു രീതികളൊക്കെയാണ് ശരിക്കും വിദ്യാഭ്യാസ രീതിയിൽ വേണ്ടത്. പക്ഷെ അതൊട്ടും ഇല്ല. അപ്പൊ ആ പയ്യന് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ടീമുകൾ ശ്രദ്ധിക്കുക. ഒരു നിമിഷത്തിന്റെ ഒരു അപക്വമായ ഇതുകൊണ്ട്
നിങ്ങളെ ജീവിതം തന്നെ. അപ്പം ആ കുട്ടികളെ അച്ഛനും അമ്മയ്ക്കും ചാകുന്നവരെ ദുഃഖമായി, ആ പെങ്ങന്മാർക്ക് ഒരു ഇതായി. ഇത്രയും പഠിച്ച് ഒരു ഇതിൽ നീറ്റ് എക്സാം എഴുതി അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അടുത്ത ഡോക്ടറാകേണ്ട ഒരാളായിരുന്നു. ഒരു നിമിഷത്തിൻ്റെ ഒരു ഇതുകൊണ്ട് കംപ്ലീറ്റ് കീഴ്മേൽ മറിഞ്ഞു പോയി. കുടുംബത്തിൻ്റെ അത്താണി തന്നെ പോയി. അതായത് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടല്ലോ. ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നിയമപരമായിട്ട് നമുക്ക് നോക്കാം അല്ലേ. വളരെ ദാരുണമായൊരു സംഭവമായി പോയി. ഇന്നൊരു നിതിനായി, നാളെ ഇനി മറ്റൊരു നിതിന് കൂടി ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുക. ഇതുപോലെയുള്ള അധ്യാപകരനെ ഒരു നിമിഷം പോലും അവിടെ വെച്ച് പൊറപ്പിക്കാതെ അവരെ സ്പോട്ട് ഔട്ട് ചെയ്യുക, സ്പോട്ടിൽ ഡിസ്മിസ് ചെയ്യുക എന്നൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനം.